നമസ്കാരം. ഇറാൻ യുദ്ധം തുടർന്നാൽ ഇന്ത്യക്ക് കിട്ടുക കനത്ത തിരിച്ചടിയാകും. അതായത് യുദ്ധം നീണ്ടുപോയാൽ ലോകമെങ്ങും ഓഹരി വിപണികൾ തകർന്നടിയും. സ്വർണം, വെള്ളി വിലകൾ കുതിച്ചുയരും. അത് എല്ലാവരും കണക്ക് കൂട്ടുന്നതിനേക്കാൾ മുകളിലായിരിക്കും. നീണ്ട യുദ്ധം എല്ലായിടത്തും സാമ്പത്തിക വളർച്ച കുറയ്ക്കും. വളർച്ച കുറയ്ക്കുകയും എണ്ണവില $100 മുകളിലാവുകയും ചെയ്താൽ സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാകും. അതായത് സാമ്പത്തിക മാന്ദ്യവും പണപ്പെരുപ്പവും ഒന്നിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇത്. യുദ്ധം നീളുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ വളർച്ചയെ സാരമായി തന്നെ ബാധിക്കും. 1 കോടിയിലധികം പ്രവാസി ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നുമുള്ള വരവ് കുറയുന്നത് ഇന്ത്യക്ക്, പ്രത്യേകിച്ച് കേരളത്തിന് ഒരു ക്ഷീണമാകും. യുദ്ധം നീണ്ടാൽ ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്കുള്ള കയറ്റുമതി തടസ്സപ്പെടും. അതും ഇന്ത്യക്ക് തിരിച്ചടിയാകും. ഗൾഫ് മേഖലയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടിയിട്ടുള്ള വലിയ നിർമ്മാണ കരാറുകൾക്കും ക്ഷീണമാകും. യുദ്ധം വേഗം തീർന്നാൽ പുനർനിർമ്മാണ ജോലികളും മറ്റും കിട്ടുകയും ചെയ്യും. യുദ്ധം UAE-യുടെ മറ്റു ഗൾഫ് രാജ്യങ്ങളുടെയും വളർച്ചാ സ്വപ്നത്തിന് ചെറുതല്ലാത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലും ദുബായിലും ദോഹയിലും മറ്റു വ്യോമയാന ഹബ്ബുകളും 2 ദിവസമായി അടഞ്ഞുകിടക്കുകയാണ്. എന്ന് പുനരാരംഭിക്കാൻ പറ്റുമെന്ന് പറയാനാകില്ല. വ്യോമയാനത്തിലും ടൂറിസത്തിലും മാത്രമല്ല ഇത് നഷ്ടം വരുത്തുന്നത്. ലണ്ടന് ബദലായി ധനകാര്യ കേന്ദ്രം എന്ന നിലയിലെ ദുബായിയുടെ വളർച്ചയും ദുബായിലേക്കുള്ള മൂലധന പ്രവാഹവും തടസ്സപ്പെടുത്തുന്നതാണ് ആക്രമണങ്ങൾ. പശ്ചിമേഷ്യയിലെ യുദ്ധം 2 ദിവസം പിന്നിട്ടു. ആ 2 ദിവസവും ആഗോള വിപണികൾ അവധിയായിരുന്നു. അതിനാൽ യുദ്ധത്തിന്റെ ആഘാതം വിപണികളിലേക്ക് എത്തിയിട്ടില്ല. 3-ാം ദിവസമായ ഇന്ന് യുദ്ധത്തെപ്പറ്റി ആദ്യത്തെ അത്ര ആശങ്ക കാണുന്നുമില്ല. ഇറാന്റെ പ്രത്യാക്രമണം താരതമ്യേന ദുർബലമാണ്. അത് അധിക നാൾ തുടരാനും സാധ്യതയില്ല. ഒരു ദീർഘയുദ്ധം ആരും കണക്ക് കൂട്ടുന്നില്ല എന്നർത്ഥം. എന്നാൽ യുദ്ധം തീർന്നാലും ഇറാനിലും അശാന്തിയും പശ്ചിമേഷ്യയിലെ അക്രമ പരമ്പരകളും നീണ്ടു നിൽക്കുമെന്നത് വ്യക്തമാണ്. യുദ്ധത്തിൽ മറ്റു വൻ ശക്തികളുടെ ഇടപെടൽ സാധ്യത ഇല്ലെന്നാണ്. തൽക്കാലം ഇറാനെതിരെ കൂടുതൽ രാജ്യങ്ങൾ ആക്രമണം നടത്താനും സാധ്യതയില്ല. സൗദി അറേബ്യയും അയൽ രാജ്യങ്ങളെയും ആക്രമിച്ച് അവരെ എതിർചേരിയിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ഇറാൻ ഭരണകൂടം ചെയ്തത്. എങ്കിലും അവർ പ്രത്യാക്രമണത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല. അമേരിക്കയും ഇസ്രയേലും ഒരു വശത്ത്, ഇറാൻ മറുവശത്തുമുള്ള യുദ്ധം തൽക്കാലം തുടരും. അത് അധികം നീളില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം ആദ്യത്തെ വലിയ ആശങ്കയിൽ നിന്നും വിപണികളെ പിന്മാറ്റും. എങ്കിലും വിപണികൾ താഴും. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാൻ ആക്രമിച്ചപ്പോൾ എണ്ണവില കുതിച്ച് $110 വരെ എത്തിയിരുന്നു. ഇന്ത്യൻ ഓഹരി വിപണി 1.6% ഇടിഞ്ഞ് അമേരിക്കൻ വിപണി 1.8% വരെ താഴ്ചയിലായിരുന്നു. സ്വർണം 24 ക്യാരറ്റിന് 10 ഗ്രാമിന് ആദ്യമായി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തി. പക്ഷേ 2 ദിവസം കൊണ്ട് വിപണി ശാന്തമായി. ഇത്തവണ വിപണി ആദ്യം ഉലഞ്ഞ ശേഷം വേഗം തന്നെ സാധാരണ നിലയിലേക്ക് എത്താൻ എന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എത്തിയേക്കാം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിന് പിന്നാലെ വജ്രായുധം പ്രയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാനും. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് ലക്ഷ്യമിട്ടിരിക്കുകയാണ് രാജ്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സമാധാന സ്ഥിതി അസ്ഥിരമായതിനൊപ്പം ആഗോള ഊർജ വ്യാപാരവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു കപ്പലിനെയും കടന്നു പോവാൻ അനുവദിക്കില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എല്ലാ ശ്രദ്ധയും ഹോർമൂസ് കടലിടുക്കിലേക്കാകാം. ശനിയാഴ്ച രാവിലെ മുതൽ അതുവഴിയുള്ള കപ്പൽ നീക്കം 70% കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇത് എത്രത്തോളം ഇനി ഇന്ത്യൻ വിപണിയെ ബാധിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.